Admissions for Sweden 2026 autumn intake is now open, and if you start late, you might miss your dream university. I am Saurabh, living in Sweden for last 6 years, and I will show you what you have to do this week exactly to start your journey. So, TCS Eduway കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ത്രൂ സ്വീഡനിലേക്ക് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ വരുന്ന 2026 ഇൻടേക്കിന് വേണ്ടി നമ്മളിപ്പോൾ ഓപ്പൺ ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു, സ്വീഡനിലാണ്. പക്ഷേ സ്വീഡനിലെ കാൾസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് സ്വീഡനിലേക്ക് വരേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ എവിടെയും കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ഹോൾ പ്രോസസ്സ് മനസ്സിലാവും. പിന്നെ ഈ വർഷം, അതായത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒക്ടോബർ 16 ഈ വർഷത്തേക്കുള്ള ഇൻടേക്ക്, അതായത് 2026 ഇൻടേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഓപ്പൺ ആയ ഇൻടേക്ക് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഓൾറെഡി റണ്ണിങ് ആണ്. 100 1000 അധികം സ്റ്റുഡൻസ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോകമെമ്പാടുമുള്ള സ്റ്റുഡൻസ് ആണ്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല. നമുക്ക് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സ്വീഡനിലേക്ക് സ്റ്റുഡൻസ് പഠിക്കാൻ വരും. കാരണം ഹൈ എഡ്യൂക്കേഷൻ ആണുള്ളത്, നല്ല ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണുള്ളത് ഇവിടെ. അതൊരു കാരണം. പിന്നെ സ്വീഡനിലെ ലിവിങ് സ്റ്റൈല്, പിന്നെ സോഷ്യൽ ബെനിഫിറ്റ്സ്, ഇങ്ങനെ പല കാരണമാണ് ഇവിടെ ആളുകൾ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇപ്പം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയതിൻ്റെ കൂടെ തന്നെ ജനുവരി 15, 2026 ഈ ആപ്ലിക്കേഷൻ ഡെഡ് ലൈനും ഉണ്ട്. നമുക്ക് 4 കോഴ്സുകൾ വരെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 4 കോഴ്സും നമ്മൾ ഈ ജനുവരി 15, 2026 ചൂസ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഫർദറായിട്ട് ഡെഡ് ലൈൻസും ഉണ്ട്. ഞാൻ ഈ ഡെഡ് ലൈൻസിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റി admissions.se എന്ന പോർട്ടലിൽ കൂടെയാണ് സ്വീഡനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഡെഡ് ലൈൻസ്, കീ ഡേറ്റ്സ് ആൻഡ് ഡെഡ് ലൈൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഐഡിയയും കിട്ടും. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തേക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു കീ ഡേറ്റ്സ് ആൻഡ് ഡെഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെയുണ്ട്. എന്നാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ആപ്ലിക്കേഷനുള്ള ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫർദർ ഡോക്യുമെന്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ സ്കോളർഷിപ്പ് ആക്ച്വലി ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. സ്കോളർഷിപ്പ് കേസ് ടു കേസ് ബേസിസിൽ, യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ബേസിസിലാണ് സ്കോളർഷിപ്സ് ഉള്ളത്. അത് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും നമുക്ക് പ്രത്യേക ആപ്ലിക്കേഷനാണ്. അത് നോർമലി ഒരു ഡിസംബർ ടു ഫെബ്രുവരി ആ ഒരു 3 month റേഞ്ചിലാണ് സ്കോളർഷിപ്സ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ സ്കോളർഷിപ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ഇതുവരെ ആയിട്ടില്ല. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഓരോ കോഴ്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് നമുക്ക് കോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ സ്പെസിഫിക് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സിലേക്ക് നമ്മൾ പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ജനറിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10th, +2, നിങ്ങളുടെ പാസ്പോർട്ട്, ഇപ്പോൾ ബാച്ചിലേഴ്സ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഇതൊക്കെ ഒരു ജനറിക് റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് കൂടാതെ പല കോഴ്സുകൾക്കും അവർ ഇത് ചോദിക്കുന്നതാണ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ലെറ്റർ ചോദിക്കുന്നുണ്ട്. ആ മോട്ടിവേഷൻ ലെറ്റേഴ്സൊക്കെ എപ്പോഴും ഇറ്റ്സ് ഗുഡ് ടു ആക്ച്വലി നോട്ട് ഹാവ് ഇറ്റ് ജനറിക്, ആൻഡ് നമ്മൾ ആ ഒരു കോഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ളത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും ചില കോഴ്സസിന് ചോദിക്കുന്നുണ്ട്. 1 or 2 പ്രൊഫസർമാരിൽ നിന്നോ അല്ലെങ്കിൽ മാനേജേഴ്സിൽ നിന്നോ ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേസ് ടു കേസ് ബേസിൽ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് SOP അല്ലെങ്കിൽ LOR ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM me സ്കോളർഷിപ്പ് കിറ്റ് ഓൺ മൈ Instagram ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. ഇനി TCS Eduway ഇത്ര കാലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം, എനിക്ക് അല്ലെങ്കിൽ TCS Eduwayന് സ്വീഡനിൽ കുറച്ച് പാർട്ണർഷിപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എല്ലാ കൺസൾട്ടൻസികളെയും പോലെ തന്നെ നമുക്കും പാർട്ണർഷിപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ TCS Eduwayയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ച് ആവുന്ന അല്ലെങ്കിൽ സ്യൂട്ട് ആവുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം എനിക്ക് പല തരത്തിലുള്ള സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അതായത് ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റിക്ക് വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇനി അതല്ല, ഇവിടെ മൈഗ്രേഷൻ ബേസിസിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ പറയും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ടൈം കിട്ടാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് സ്റ്റഡി ലോഡ് കുറച്ച് ഉള്ള യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ലൈക്ക് എനിക്കെപ്പോഴും നമ്മുടെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ആദ്യമേ പറയും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ. ആൻഡ് കൺസൾട്ടേഷൻ ഇൻ ദ സെൻസ് നമ്മുടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ അല്ല, നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ മോൾഡിങ് കൺസൾട്ടേഷൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരുന്നുണ്ടല്ലോ. നമ്മൾ എന്താ പറയുക, നമ്മൾ പറയുന്ന കോഴ്സുകൾക്ക് വരുന്ന ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് അത് റിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇത്ര നാളായിട്ടും TCS ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് യാതൊരു എന്താ പറയുക കോംപ്രമൈസസും ഇല്ല. അതെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പറയാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ബാക്കി ഫർദർ വീഡിയോ സീരീസസ് നമുക്ക് വരുന്നുണ്ട് റിഗാർഡിങ് യുവർ ട്യൂഷൻ ഫീസ്, സ്കോളർഷിപ്സ് ആൻഡ് ഫർദർ തിങ്സ്. സോ ഇതാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. Anyway, if you are planning for Sweden 2026, it's the right time to start. Contact TCS Eduworld, DM me Sweden 2026 on Instagram and we will support you.